ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് എനിക്കൊരു ഇടിച്ചക്ക കിട്ടിയേ. ഇതുകൊണ്ടൊരു പിക്കിൾ ഉണ്ടാക്കാൻ പോവാണേ. ഇടിച്ചക്ക അച്ചാറേ. ആ ഇടിച്ചക്ക കൊണ്ട് 1 കിലോയും 200 ഗ്രാമും ഉണ്ട്. ഇതിൻ്റെ എല്ലാം നമുക്കെടുക്കാം. പക്ഷേ ഈ മേലത്തെ ഈ തൊലിയില്ലേ, ഈ തൊലിയും ഈ ഞട്ടും ഇത് മാത്രം കളഞ്ഞാൽ മതി. ഞാനൊന്ന് റെഡിയാക്കി കൊണ്ടുവരട്ടെ. ഇത് നോക്കിയേ, നമ്മുടെ ഇടിച്ചക്ക എല്ലാം മേളിൽ ചെത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയെങ്കിലേ നമ്മുടെ എളുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ പിളർന്നെടുക്കുക. ഇതുപോലെ തന്നെ ഇത് നടുക്കൂടെ എടുക്കുക. എടുക്കുക. അതുപോലെ ഇതെല്ലാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അരിയണേ. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഈ കഷ്ണം ഇതെല്ലാം ഇതുപോലെ ആക്കണേ. എന്നിട്ട് ഇതുപോലത്തെ പീസായിട്ട് ഓരോന്നും എടുക്കാം. എന്നിട്ട് ഇതെടുത്ത് ഈ വെള്ളത്തിലിട്ട് കഴുകി വാർത്തെടുക്കണേ. ഇത് നോക്കേ. അതുപോലെ ഇതുപോലെ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കേ. ഇതെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മളെ ഇടിച്ചക്ക എല്ലാം ഞാൻ അരിഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ വെള്ളത്തിലിട്ട് കഴുകി ഇങ്ങോട്ടെടുത്ത് വെക്കാം. എൻ്റെ പുറത്ത മുള്ള് മാത്രമല്ലേ ചെത്തി കളഞ്ഞിട്ടുള്ളൂ. ഒരു 200 ഗ്രാം പോവും. 1 കിലോ ഇടിച്ചക്ക ഉണ്ടേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ടിടേ. ഇതിന് വേണ്ടിയിട്ട് ഇത് ഇടിച്ചക്ക ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് ഈ കഴുകി വെച്ചേക്കുന്ന ഇടിച്ചക്ക ഇല്ലേ, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇതൊരു 5-6 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് ഇപ്പം തിളച്ചിട്ടില്ല വെള്ളം, ഒന്ന് തിളച്ച് വേവട്ടെ. ഒന്ന് സോഫ്റ്റായി കിട്ടണം. അങ്ങ് വെന്ത് പോകരുത്, ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇത് തിളച്ചിട്ട് ഒരു 6 മിനിറ്റ് കിടന്ന് തിളയ്ക്കണം വെള്ളത്തിൽ കിടന്നേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തിളച്ച് വേവട്ടെ. ഇനി നമ്മുടെ ഇടിച്ചക്ക തിളച്ച് ഇതൊരു
5-6 മിനിറ്റ് ഇപ്പം തിളച്ചതേ ഉള്ളേ, ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ നടന്ന് വേവട്ടെ. ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം ഇത്. നമുക്ക് നമ്മുടെ ഇടിച്ചൊക്കെ നോക്കേ. ഇപ്പോൾ ഒരു 8 മിനിറ്റായേ. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പം അത് അത്ര സോഫ്റ്റ് ആയില്ല. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ. ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇനി ഇതിനകത്തുനിന്നോട്ട് വാട്ടിയെടുക്കാം. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻകാരുണ്ടാക്കുന്ന പിക്കിളായതേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് 1 വർഷം വരെയും വെളിയിലിരിക്കേ. ഓക്കെ, ഇത് നമുക്ക് ഇതൊന്ന് ഫാൻ്റെ അടിയിൽ നല്ല തുണിയില്ലേ, നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ടവല്, അതിനകത്ത് ഇട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് ഇത് വെള്ളം ഒന്ന് വാലാൻ വേണ്ടി വെക്കാം. ഒന്ന് ചെറിയൊരു ഡ്രൈനെസ് കിട്ടാം, അപ്പോഴായിക്കോളൂ. അതുവരെ നമുക്ക് 1/2 മണിക്കൂർ ഇതൊന്ന് ഇട്ടേക്കേ. ഇനി നമുക്കിതിനൊരു മസാല വേണ്ടേ. ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ആണാവോ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കേ. ചെറിയൊരു മണം വരെ, ഭയങ്കരമായിട്ടങ്ങ് മൂപ്പിക്കരുത്, ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട. ഇത് നോക്കിയേ, നമ്മുടെ ഉലുവയും മല്ലിയും കടുകും ഒക്കെ റെഡിയായേ. ഇത് മതി, ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ ഇരിക്കട്ടെ, തണുത്തിട്ട് നമുക്ക് പൊടിക്കാം. നമ്മുടെ ഈ മസാലയില്ലേ, ഇത് നല്ല തണുത്തേ. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വെക്കാം. ഇത് പൗഡറാക്കി എടുക്കരുത്, തരിതരാന്ന് പൊടിച്ചെടുക്കണേ. ഒന്ന് പൊടിച്ചിട്ടില്ലേ, നമ്മുടെ മസാല ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് പിടിക്കട്ടെ. ഇനി ഞാൻ ഒരു ഞാൻ സ്റ്റൗ ഓണാക്കി കടായി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേ. അതെ, ഒരു അര ലിറ്റർ ഇല്ലേ, 350 ഗ്രാം ഉണ്ടേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മൾ ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്തു വെച്ച ഈ ഇടിച്ചക്ക ഇല്ലേ, പുഴുങ്ങി തണുപ്പിക്കാൻ വെച്ചേ, അതിനകത്തുനിന്ന് കുറേശ്ശെ ഇട്ട് ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേ. അതിനകത്ത് എന്തെങ്കിലും വെള്ളമയമൊക്കെ ഉള്ളെങ്കിൽ അതങ്ങ് പൊക്കോളും. ഇത്തിരി അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട.
അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടേ. ഓക്കെ, ഇതുപോലെ ആയാൽ മതിയേ. അതുപോലെ ബാക്കി ഇതും കൂടി ഇട്ട് കൊടുക്കേ. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 1-2 മിനിറ്റ് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത് ഇടിച്ചൊക്കെ റെഡിയായേ. ഈ എണ്ണയുടെ ചൂട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇതൊന്ന് തണുക്കട്ടെ ഇരുന്ന്. ഞാൻ ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ പൊടിച്ചുകൊണ്ടൊന്ന് മസാലയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ എരിയില്ലാത്ത പിരിയ മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഒരു 3/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ അജ്വൈൻ ഇട്ട് കൊടുത്ത് ഇതിലോട്ട് ഇപ്പം നമ്മൾ ഈ ചൂട് എണ്ണയില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച എണ്ണയല്ലേ ഇത്. അവരൊക്കെ ഉണ്ടാക്കുന്ന കടുകെണ്ണയിലാണേ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഈ ചക്ക ഇതൊന്ന് തണുക്കണം. ഇടിച്ചൊക്കെ വറുത്ത് വെച്ചേക്കുന്നില്ലേ, അതൊന്ന് തണുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടണേ. ഇത്ര ഉപ്പ് ഇടണേ. ഇത്രയും തണുത്ത മതി. ഇതിനകത്തോട്ട് ഈ ചക്ക ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതിട്ട് കൊടുക്കണം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ് കൈവച്ച്. അല്ലെങ്കിൽ കൈവച്ച് നല്ല മിക്സ് ചെയ്താൽ മതി എല്ലാം കൂടെ.
ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടേ, 2-2.5 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ച്. എൻ്റെ വേറെ വിനെഗർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ സാധാരണ വിനെഗർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഞാൻ അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ല തണുക്കണേ, നല്ല തണുത്തിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള വെള്ളമയം ഇനി ഒട്ടും പാടില്ലേ. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാറിലോ ഇതെല്ലെങ്കിലും ഇട്ട് അടച്ച് നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കുക. പിന്നെ ഉപയോഗിക്കുമ്പം നനഞ്ഞ സ്പൂണോ എപ്പോഴും കൊണ്ടിട്ട് കുറേശ്ശെ എടുത്ത് ആവശ്യത്തിനെടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുക. ഇത് 1 വർഷം വരെയും വെളിയിലിരുന്നോളും. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് വെച്ചേക്കത് കാണിക്കാം. ഞാൻ നോക്കിയേ, ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞതേ. നോക്കി നല്ല തണുത്ത് എല്ലാം നല്ല കറക്റ്റായിട്ട് നോക്കി. ഇതിന് ഉപ്പൊക്കെ ഉണ്ടേ. ഇതൊരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇത് നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്പൂണായാലും എല്ലാം നല്ല ഉണങ്ങി ഒന്ന് ചൂടാക്കിയതൊക്കെ ആയിരിക്കണേ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതിന് വറുത്തതിൻ്റെ ബാക്കി എണ്ണയില്ലേ, ഇതിന് ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഇത് തണുത്തിരിക്കേ, തിളപ്പിച്ചാറിയിരിക്കുന്നല്ലേ, ഇത് എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടില് ഇടിച്ചക്ക പിക്കിള്. നല്ലൊരു അച്ചാറായിതേ. ഇത് സൂക്ഷിക്കുന്ന കണക്കിരിക്കും. ഇത് കുറേ നാൾ, 1 വർഷത്തോളം ഇതിങ്ങനെ വെളിയിലിരുന്നോളും. ആവശ്യത്തിന് ചെറിയ ബൗളിലൊക്കെ ആക്കി അടച്ചു വെച്ചിരുന്നാൽ മതിയേ. എപ്പോഴും ഇതിൽ തന്നെ എടുക്കണമെന്നില്ല. ഇതിപ്പോൾ കുറേ നാൾ ഉപയോഗിക്കത്തില്ല. അപ്പോൾ കാര്യം പിക്കിളല്ലേ, ഇനി പിക്കിളിൻ്റെയൊക്കെ ടൈമാണ്. കാര്യം എണ്ണ മാങ്ങ പിക്കിള്, ഇതൊക്കെ മാങ്ങയുടെയൊക്കെ സമയമല്ലേ. അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒത്തിരി പിക്കിളിൻ്റെ ആവശ്യമില്ലല്ലോ, കുറേശ്ശെ എടുത്താൽ മതിയല്ലോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. നല്ല ടേസ്റ്റുള്ള പിക്കിളാണ്, നല്ലൊരു പിക്കിളാണ് ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർ വളരെ നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വേണ്ടിയിട്ടാണ്. പിറ്റേന്ന് അടുത്ത ദിവസം രാവിലെ ഞാൻ എടുത്ത് നോക്കിയതാണ്. നമുക്ക് നോക്കേ. ഓക്കെ, നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ട്. പക്ഷെ 2 ദിവസം കൂടെ, ഒരു 4 ദിവസം എടുക്കും ഇത് കഴിക്കാനായിട്ട്. ഇത് കഴിക്കുന്നത് പ്രശ്നമൊന്നുമില്ല, ഉപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ടേസ്റ്റ്. പക്ഷെ സൂക്ഷിക്കണം എപ്പോഴേ.
ഓക്കെ, നല്ല കഷ്ണം 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 പോലെ കിടക്കും. നല്ല രസമായിട്ട് കഴിക്കാം. നല്ല ഉണ്ടാക്കി നോക്കും നിങ്ങളെ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കണ്ടേ, എല്ലാം കറക്റ്റ്. ഇനിയിപ്പോൾ ഇരിക്കുമ്പോൾ ഈ എണ്ണ ഇനിയും മേലോട്ട് തെളിഞ്ഞ് തെളിഞ്ഞ് വരെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ഡിച്ചൊക്കെ ഇപ്പോൾ നോക്കിയേ. എയർ ടൈറ്റായിട്ടുള്ളൊരു ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ഒക്കെ ഇട്ട് വെക്കെ, ആവശ്യത്തിന് എടുക്കുക. നനവ് പാടില്ല. എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ വെളിയിൽ തന്നെ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കേ.